ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തോടൻ മത്തി മുളകരച്ചുള്ള കറിയാണ്. അപ്പം ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. അതെന്തുവാന്ന് ഞാൻ അവസാനമേ കാണിക്കത്തുള്ളൂ. അത് ചേർക്കുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമൻ്റ് അറിയിക്കണേ. അത്ര നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതിത്ര അരിഞ്ഞ് ചേർത്ത് നല്ല വഴന്ന് വന്നപ്പോഴത്തേക്കിന് 2 തവി മുളക് പൊടി, ഒരു ചെറിയ തവിക്ക് മല്ലിപ്പൊടി, ഈ തവിക്ക് 2 തവി മുളക് പൊടിയും 1/2 തവി മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞളും ചേർത്ത് നല്ലതായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഇത് ഗ്രേവിയാക്കി ഇതിലേക്ക് ഒഴിച്ചു. ഇത് വഴറ്റിയെടുക്കുവാണ്. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഗ്രേവി എല്ലാം ഇവിടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി. ഇത് കാശ്മീരി പൊടിയാണ്, അതുകൊണ്ടാണ് ഇത്രയും നല്ല കളർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന മീൻകറി പോലെ തന്നെയാണ് ഇത് വെക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം ഞാനതിൽ ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റിൽ കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞു. മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനെയാണ് ഈ മീൻ ഇടുന്നത്, മുറിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് ശകലം മുള്ളുള്ളതാണ്. അപ്പം മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മുള്ള് നേരെ ഇങ്ങ് കിട്ടും. അതുകൊണ്ടാണ് നല്ല തിക്കായിട്ടുള്ള മീൻകറിയാണ് വെക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ വേണം. ഇനി നമ്മുടെ ഈ മീൻകറി അടച്ചു വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം. മീൻ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഉപ്പിട്ടു. ശകലം കായപ്പൊടി ഇടണം, കുറച്ച് മതി. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാമേ. നമ്മുടെ മീൻകറി ഇവിടെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കാം. ദേ നമ്മുടെ പഴുത്ത മാങ്ങയാണ്. ഈ മാങ്ങ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് നമുക്ക് ചേർക്കാം. നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യണം. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? ഭയങ്കര സൂപ്പർ പഴുത്ത മാങ്ങ ഇട്ടുള്ള മീൻകറി. ഈ മാങ്ങ അധികം വെന്തു പോകരുത്, ഒന്ന് തിളക്കിയാകാവൂ. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് അടപ്പ് തുറക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം നല്ലതായിട്ട് തിളച്ചിട്ടിട്ട് ഇനി നമ്മൾ അധികം വേവിക്കരുത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിനെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നിങ്ങൾ കണ്ടല്ലോ. പഴുത്ത മാങ്ങ ഇട്ടുള്ള മീൻകറിയാണ് ഇത്. നല്ല രുചിയാണ്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.